എംപ്ലോയർ ആവശ്യപ്പെട്ടാൽ അതിന് കൂടുതൽ. ഒന്നാം ഗവൺമെന്റും രണ്ടാം ഗവൺമെന്റും ഒക്കെ തന്നെ പാസ്സാക്കിയ ശേഷം മുന്നോട്ട് പോയെങ്കിലും മൂന്നാം ഗവൺമെന്റാണ് ഇത് ശക്തിയായി നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. അതിന്റെ ഭാഗമായി ചട്ടമെല്ലാം രൂപീകരിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മൂന്നാം ഗവൺമെന്റ് ചെയ്യുമ്പോൾ ഈ തൊഴിലാളിയുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഈ നിയമം. പക്ഷേ ഇപ്പോ തൊഴിലാളിയെ തകർക്കാൻ, തൊഴിലാളിയെ കോർപ്പറേറ്റിൽ ചൂഷണം ചെയ്യാനുള്ള അവസരമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. ഇത് കാണുമ്പോൾ നമ്മൾ കാണുന്നത് കൂലി വ്യവസ്ഥ തന്നെ എടുത്ത് പരിശോധിച്ചാൽ നടത്തിയിട്ടുള്ള സർവേയിൽ മൂന്നാമത് നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം 2017-18 ഉണ്ടായിരുന്ന ഈ ദിവസക്കൂലി അത് കുറയായിരുന്നു. 2023-24 സർവേയിൽ പറഞ്ഞത് ഒരു ദിവസത്തെ കൂലി 203 മുതൽ 242 വരെയാണ് പുരുഷ തൊഴിലാളി. വിദഗ്ധരല്ലാത്ത ദിവസം സ്ത്രീ തൊഴിലാളിക്ക് 128 രൂപ മുതൽ 159 രൂപ വരെ. ഇത് വളാഞ്ചേരിയിലെ കമ്മ്യൂണിറ്റികളിൽ കേരളത്തിൽ നിന്ന് നമുക്ക് പറയുമ്പോൾ എന്താണ് അല്ലെ അത്ഭുതം. RBI അത് തന്നെയാണ് പറഞ്ഞത്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൂലി ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു ദിവസത്തെ കൂലി 203 മുതൽ 242 വരെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം. സ്ത്രീകളുടെ കൂലി 128 രൂപ മുതൽ 159 രൂപ വരെയാണ് ഒരു ദിവസത്തേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം. എന്നാൽ ഇതിന്റെ ഭാഗമായും കോർപ്പറേറ്റ് ലാഭം വർദ്ധിച്ച് 22.3% വർദ്ധിച്ചിട്ടുണ്ട്.